ഹലോ. ഹലോ, സാർ എവിടെയാ? ഞാൻ വീട്ടിലെത്തി. ഇന്ന് എത്ര പേഷ്യന്റ് ഉണ്ട്? ഒരു 10-40 പേരുണ്ട്. ഇന്നൊരു തിരക്കിലായിരുന്നു, ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലേറ്റ് ആയത്. പെട്ടെന്ന് നീ എത്തുക കേട്ടോ. ഓക്കെ. മുരുകേശൻ ഡോക്ടർ വീട് ഇവിടെ 2 മുരുകേശൻ ഡോക്ടർ ഉണ്ട്. അതിലൊന്ന് ഒരു കുട്ടികളെ ഡോക്ടറാ, അത് ഇവിടെ ഇതിനടുത്ത് തന്നെയാണ്. പിന്നെ മറ്റേ മുരുകേശൻ ഡോക്ടർ നിങ്ങൾക്ക് തന്നെയാ. പൈൽസിന്റെ ഡോക്ടർ പോരാ, മുരുകേശൻ ഡോക്ടർ പോരാ, അതാണ് ഈ വീടിന്റെ അപ്പുറത്തുള്ള കാണുന്നത്. എന്നാ ശരി. അടുത്ത ദാമു 48 ഉണ്ടാ? ഇല്ല. അടുത്ത വാസുദേവൻ. വാസുദേവൻടാ? എന്നാ വന്നോളൂ, അങ്ങ് പറഞ്ഞോട് വാ. എന്താണ് പേര്? വാസുദേവൻ. വയസ്സ്? 49. എത്ര കാലായി? കുറെ കാലായി അല്ലേ? ഒന്ന് കിടത്തിട്ട് നോക്കണം കേട്ടോ. കല്യാണം കഴിച്ചാ? ഇല്ല സാറേ, കല്യാണം കഴിച്ചില്ല. കള്ള് കുടിക്കാറുണ്ടോ? ഇല്ല, കല്ല് അങ്ങനെ കുടിക്കില്ല സാറേ. ഈ ഈ പുറത്തൊക്കെ ചൊറിയാറുണ്ടോ? അങ്ങനത്തെ ഒരു സൂക്കടില്ല സാറേ. ഒന്നുമില്ല. പിന്നെ എന്തിനാടോ? വിശദമായിട്ടൊന്ന് കിടത്തി പരിശോധിക്കണം സാറേ. തൽക്കാലത്ത് കാട്ടി നിൽക്കാനാവുമായിരുന്നു. ഇതെന്താ ബക്കറ്റാ? പരമാവധി ഞാൻ നോക്കാം, ശരിയാക്കോന്ന്. അല്ല സാറേ, ഈ ഷവർമയും മറ്റേ അൽഫാമെല്ലാം കാണുമ്പോ തിന്നണമെന്ന് കൂടി, പക്ഷെ തീരെ തിന്നലാന്നില്ല. ഇത് വെച്ചിട്ട് തിന്നാവൂലടോ. ഇത് കോലാവൂന്ന് തോന്നില്ലല്ലോ. പരമാവധി ഞാനൊന്ന് നോക്കാം. ഓ, കറണ്ട് പോയല്ലോ. അച്ഛൻ്റെ ആ മെഴുകുതിരി ഒന്ന് കത്തിച്ച് കൊണ്ടുവരൂ. ആ ആ ആ ആ നോക്ക്, എല്ലാം റെഡിയാ. ബാക്കി അവസാനത്തെ 3 തുള്ളി മരുന്നില്ല, അതിന് ഊറ്റിക്കൊന്ന് നിക്കണ്ടേ. ആ പേരെന്ന്? വാസു. വയസ്സ്? 50. നിങ്ങള് തുള്ളി വരുന്നതല്ലേ? എടോ, എനിക്ക് ആ തുള്ളി മരുന്ന് എഴുതുന്നില്ല. ആയിക്കോട്ടെ. അതെന്താ 3 തുള്ളി മരുന്നിന്റെ ഒരു കേസ്? സാറേ, അത് കറണ്ട് പോയപ്പോ ഞാനല്ലേ സാറിന് നികുതി കത്തിച്ചേ. ഓ,